എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തയ്ക്ക തൊലി തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നന്നായിട്ട് വിളഞ്ഞ ഏത്തയ്ക്കയുടെ തൊലിയാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിലേക്ക് ഏത്തയ്ക്കയുടെ തൊലി ഒരു 15 മിനിറ്റ് നേരം ഇട്ട് വെച്ച് കഴുകി വൃത്തിയായിട്ടെടുക്കാം. അതിനുശേഷം ഏത്തയ്ക്കയുടെ തൊലി നന്നായിട്ട് കഴുകി അരിഞ്ഞ് എടുക്കുക. അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു വിസിൽ മതിയാവും. ഇനി നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങ ചിരകിയത്, 2 വെളുത്തുള്ളി അല്ലി, ഒരു നുള്ളു ജീരകം, കുറച്ച് കറിവേപ്പില, 3 ചെറിയ ഉള്ളി അരിഞ്ഞത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനുള്ള പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിച്ചു. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 2 സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക തൊലി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉണക്കമുളക് ഇടിച്ചതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഏത്തയ്ക്ക തൊലിയും സവാളയും നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തോരൻ അടുപ്പത്ത് നിന്ന് ഇറക്കാം. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക തൊലി തോരൻ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണിത്. ഏത്തയ്ക്ക പൊടിയും ചിപ്സും ഒക്കെ തയ്യാറാക്കാനായി നമ്മൾ വീടുകളിൽ ഏത്തയ്ക്ക വാങ്ങി ഏത്തയ്ക്ക തൊലി പൊളിക്കുമ്പോൾ നമുക്ക് ഈ തൊലി കൊണ്ട് ഇങ്ങനെ തോരൻ തയ്യാറാക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.